കവിത ബലൂൺ. രചന ഗംഗൻ കുഞ്ഞിമംഗലം. ആലാപനം പ്രമോദ് നാരായൺ. ഊതിവീർപ്പിച്ച ബലൂൺ പൊട്ടുമ്പോഴുള്ള സങ്കടം കണ്ണിലേ തിരയിളക്കങ്ങളിൽ ഉഴറുന്നുണ്ട്. ഊതിവീർപ്പിച്ച ബലൂൺ പൊട്ടുമ്പോഴുള്ള സങ്കടം കണ്ണിലേ തിരയിളക്കങ്ങളിൽ ഉഴറുന്നുണ്ട്. ചിതറിത്തെറിച്ച ശകലങ്ങൾ ചേർത്തുവെച്ച് അദ്ഭുതം കൂറി ഊതിപ്പെരുപ്പിച്ചാൽ ഇത്രയും പൊങ്ങുമോ? ചിതറിത്തെറിച്ച ശകലങ്ങൾ ചേർത്തുവെച്ച് അദ്ഭുതം കൂറി ഊതിപ്പെരുപ്പിച്ചാൽ ഇത്രയും പൊങ്ങുമോ? ചുകപ്പു തൊട്ടു പച്ച പിടിക്കാൻ കൊതിച്ചതാ മഞ്ഞയും പിന്നെ കറുപ്പുമായതെങ്ങിനെ? കണ്ണുകളിൽ ഇരുട്ടിന്റെ വേലിയേറ്റം. ചുകപ്പ് തൊട്ട് പച്ച പിടിക്കാൻ കൊതിച്ചതാ മഞ്ഞയും പിന്നെ കറുപ്പുമായതെങ്ങിനെ? കണ്ണുകളിൽ ഇരുട്ടിന്റെ വേലിയേറ്റം. പഠിപ്പിച്ചതും പഠിച്ചതും തമ്മിലൊട്ടും പൊരുത്തപ്പെടുന്നില്ല. ദൂരെ നിന്നൊഴുകിയെത്തുന്ന തെക്കൻ കാറ്റ് കാതിൽ മന്ത്രിച്ചു. പഠിപ്പിച്ചതും പഠിച്ചതും തമ്മിലൊട്ടും പൊരുത്തപ്പെടുന്നില്ല. ദൂരെ നിന്നൊഴുകിയെത്തുന്ന തെക്കൻ കാറ്റ് കാതിൽ മന്ത്രിച്ചു. കൊന്നുകെട്ടിത്തൂക്കിയ ജഡത്തിൻ കീശയിലെ ആത്മഹത്യാക്കുറിപ്പ് പോലെ ഇസങ്ങളുടെ ഭാവപ്പകർച്ചയിൽ മാനിഫെസ്റ്റോകൾ വിറങ്ങലിച്ചു. കൊന്നുകെട്ടിത്തൂക്കിയ ജഡത്തിൻ കീശയിലെ ആത്മഹത്യാക്കുറിപ്പ് പോലെ ഇസങ്ങളുടെ ഭാവപ്പകർച്ചയിൽ മാനിഫെസ്റ്റോകൾ വിറങ്ങലിച്ചു. മുളപ്പിച്ചെടുത്ത പ്രതീക്ഷ കരിഞ്ഞുണങ്ങിയ നിളയിലെ വറ്റി വരണ്ട ഓളങ്ങളോട് കലഹിച്ചുകൊണ്ടേയിരുന്നു. മുളപ്പിച്ചെടുത്ത പ്രതീക്ഷ കരിഞ്ഞുണങ്ങിയ നിളയിലെ വറ്റി വരണ്ട ഓളങ്ങളോട് കലഹിച്ചുകൊണ്ടേയിരുന്നു. പെയ്യുന്ന മഴ പ്രളയമാകുന്നതിൽ പശ്ചിമഘട്ടം തന്റെ നിരപരാധിത്വം പോസ്റ്റർ എഴുതി ചുമരിലൊട്ടിച്ചു. പെയ്യുന്ന മഴ പ്രളയമാകുന്നതിൽ പശ്ചിമഘട്ടം തന്റെ നിരപരാധിത്വം പോസ്റ്റർ എഴുതി ചുമരിലൊട്ടിച്ചു. ഉഷ്ണരാശിയിൽ വെന്തുരുകുമ്പോൾ തുരന്നെടുത്ത മലകളുടെ ഞരക്കം. ഉഷ്ണരാശിയിൽ വെന്തുരുകുമ്പോൾ തുരന്നെടുത്ത മലകളുടെ ഞരക്കം. മണ്ണിനടിയിലായ നീർച്ചോലകളുടെ നിലവിളി ഊകിപ്പായുന്ന തീവണ്ടിയോടൊപ്പം പോയി. മണ്ണിനടിയിലായ നീർച്ചോലകളുടെ നിലവിളി ഊകിപ്പായുന്ന തീവണ്ടിയോടൊപ്പം പോയി. നായ്ക്കളോരിയിട്ടു തെക്കേ തൊടിയിലെ മാവിന്മേലിരുന്ന് നത്ത് കരഞ്ഞു. നായ്ക്കളോരിയിട്ടു തെക്കേ തൊടിയിലെ മാവിന്മേലിരുന്ന് നത്ത് കരഞ്ഞു. ചട്ടുകം തീയിലിടാൻ കാരണവർ കൽപ്പിച്ചു. ചട്ടുകം തീയിലിടാൻ കാരണവർ. പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ചയിലെ ജാലകസന്ധിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ജാലകത്തിൽ
സർഗജാലകത്തിനകത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ രചനകൾ ചർച്ച ചെയ്യുന്ന ആ വിഭാഗത്തിൽ സർഗജാലകത്തിൻ്റെ പ്രിയ കുടുംബാംഗം, മുൻ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള, പ്രവർത്തക സമിതി അംഗമൊക്കെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ഗംഗൻ കുഞ്ഞുമംഗലം ഗംഗേട്ടൻ്റെ ബലൂൺ എന്ന കവിതയാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ജാലകം പ്രൈം ടൈം ചർച്ചാവേളയിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിനായി വൈസ് പ്രസിഡന്റ് അജിത KCTP-യെ സാദരം ക്ഷണിക്കുന്നു. സർഗജാലകത്തിലെ പ്രിയമിത്രങ്ങളെ, എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്നത്തെ ജാലകം സാഹിത്യ ചർച്ചയിലേക്ക് മുഴുവൻ പേർക്കും സ്നേഹസ്വാഗതം. പഠിപ്പിച്ചതും പഠിച്ചതും തമ്മിൽ ഒട്ടും പൊരുത്തപ്പെടുന്നില്ല. ദൂരെ നിന്നൊഴുകിയെത്തുന്ന തെക്കൻ കാറ്റ് കാതിൽ മന്ത്രിച്ചു. മലകളുടെ ഞരക്കവും നീർച്ചോലകളുടെ നിലവിളിയും കൂകിപ്പായുന്ന തീവണ്ടിയോടൊപ്പം പോയി. ഇന്നത്തെ ജാലകത്തിൽ നാം ചർച്ച ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗംഗേട്ടന് മികച്ച കവിതയ്ക്കുള്ള അംഗീകാരം നേടിക്കൊടുത്ത ബലൂൺ എന്ന കവിതയിലെ വരികൾ വികസനത്തിന്റെ പേരിൽ അറുങ്കൊല ചെയ്യപ്പെടുന്ന പ്രകൃതിയോടുള്ള സ്നേഹവായ്പിന്റെയും അതിലുള്ള വിഷാദത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമാണല്ലോ. സർഗജാലകം പയ്യന്നൂർ എന്ന നമ്മുടെ കലാസാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ അതിർവരമ്പുകൾ ഏതുമില്ലാതെ വിശാലമായ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ആദ്യം മുതൽ അനവരതം പ്രയത്നിച്ച സംഘാടകരിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ആദ്യ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഗംഗൻ കുഞ്ഞുമംഗലത്തിൻ്റെ ബലൂൺ നാം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. വിശകലനം ചെയ്യുന്നത് സർഗജാലകത്തിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന മാധവൻ പുറച്ചേരി മാഷും. ഗംഗേട്ടൻ സാഹിത്യ മേഖലയിൽ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയാണ്. കവിത, ലളിതഗാനം, ഭക്തിഗാനം, കഥ, നാടകം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഗംഗേട്ടൻ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഏറെ സജീവമാണ്. കേവലം എഴുതുക എന്നതിലുപരി അത് വേണ്ട രീതിയിലുള്ള ചേരുവകൾ ചേർത്ത് ഏറ്റവും ആകർഷകമായ രീതിയിൽ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഗംഗേട്ടൻ. സർഗജാലകത്തിൻ്റെ എല്ലാമായ ഗംഗേട്ടന് ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം കൂടുതൽ തെളിമയോടെ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സർഗജാലകത്തിൻ്റെ ജാലകം സാഹിത്യ ചർച്ചയിലേക്ക് സ്നേഹാദര സ്വാഗതം. ഇന്ന് വിശകലനം നടത്തുന്ന മാധവൻ മാഷ് കവിതയെ അതിൻ്റെ സത്തൂറ്റിക്കുടിച്ച് മധുരോദാരമായി നമുക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ ഏറെ നൈപുണ്യം കാണിക്കാറുണ്ട് എന്നും. തീർച്ചയായും ഈ ബലൂണും അത്തരത്തിൽ ഹൃദ്യമായി നമുക്ക് പകർന്നു തരുമെന്ന് ഉറപ്പാണ്. കവിതയുടെ സൂക്ഷ്മതലങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിക്കാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേരുന്ന മാധവൻ മാഷിനെയും ഏറെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജാലകത്തിൻ്റെ ഏകോപനം നിർവഹിക്കുന്നത് സംഗീതത്തെയും സാഹിത്യത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ശ്രീ ഹരിപ്രസാദ് തായ്നേരിയാണ്. നന്ദി വാക്കുകൾ ഏറ്റവും ഹൃദ്യമായി പറഞ്ഞ് പ്രൈം ടൈം സുന്ദരമായി അവസാനിപ്പിക്കുന്ന സുമിതാ ജനാർദ്ദനാണ് ഇന്നും നന്ദി പറയുന്നത്. രണ്ടുപേരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കവിത ഭംഗിയായി ആലപിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിജയിച്ചിയും ശ്രീ പ്രമോദ് നാരായണനും രണ്ടുപേരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രസിഡന്റ് ഈശ്വരേട്ടനും സെക്രട്ടറി ഗംഗാധരൻ മാഷും ഉൾപ്പെടുന്ന പ്രവർത്തക സമിതി അംഗങ്ങളെയും ഗംഗേട്ടൻ്റെ ബലൂണിൻ്റെ സൗന്ദര്യം നിറച്ച് ജാലകത്തിനിടം സാന്ദ്രമാക്കാനെത്തുന്ന പ്രിയ കുടുംബാംഗങ്ങളെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഗംഗൻ കുഞ്ഞുമംഗലം. സർഗജാലകത്തിൻ്റെ ജാലകം സാഹിത്യ ചർച്ച അതിൻ്റെ 101-ാം അധ്യായം ഇന്ന് പിന്നിടുകയാണ്. 101-ാമനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഭാഗ്യമുണ്ടായതിൽ അനൽപമായ സന്തോഷമുണ്ട്. സർഗജാലകത്തിനകത്തെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ജാലകം എന്നതിനേക്കാൾ എഴുത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള യാത്രയാണ് മുടങ്ങാതെ മാധവൻ പുറച്ചേരി മാഷും AV പവിത്രൻ മാഷും അവതരിപ്പിക്കുന്ന മൺമറഞ്ഞുപോയ കവികളുടെയും കഥാകൃത്തുക്കളുടെയും രചനകളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന ജാലകം. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന പരിപാടിയും അതാണ്. എഴുത്തിനെ ഗൗരവപൂർവ്വം സമീപിക്കാൻ ആ പരിപാടി
സർഗജാലകം കുടുംബാംഗങ്ങളെ ഏറെ സഹായിക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ന് ജാലകത്തിനകത്തുള്ളവരുടെ രചനാ വിഭാഗത്തിൽ എൻ്റെ ബലൂൺ എന്ന കവിത തിരഞ്ഞെടുത്തതിൽ ജാലകത്തിൻ്റെ ഏകോപനം നിർവഹിക്കുന്ന ഹരിപ്രസാദ് തായനേരിയോടും സർഗജാലകത്തിൻ്റെ പ്രവർത്തക സമിതിയോടുമുള്ള നിസ്സീമമായ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ കവിത മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും നമ്മുടെ കുടുംബാംഗവുമായ പ്രിയപ്പെട്ട മാധവൻ പുറച്ചേരി മാഷാണ് വിശകലനം ചെയ്യുന്നത്. എൻ്റെ മനസ്സിൻ്റെ ബോധ്യങ്ങളാണ് അക്ഷരങ്ങളായി നിങ്ങളോട് സംവദിക്കുന്നത്. കവിത നമ്മുടെ പ്രിയപ്പെട്ട വിജയലക്ഷ്മി നാരായണൻ ഭാവസാന്ദ്രമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കും എന്ന് കരുതുന്നു. പിന്നെ കവിതയെക്കുറിച്ച് പറയേണ്ടത് നിങ്ങളാണ്. പ്രിയ കവി മാധവൻ പുറച്ചേരി മാഷിനും വിജയലക്ഷ്മി നാരായണനും എൻ്റെ സ്നേഹമറിയിക്കുന്നു. എല്ലാവരും എൻ്റെ കവിതാ ചർച്ചയിൽ പങ്കെടുത്ത് കാവ്യവിശകലനം പൂർണ്ണമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സർഗജാലകം കുടുംബാംഗങ്ങൾക്കും സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട സർഗജാലകം കുടുംബാംഗങ്ങളെ, ഞാൻ മാധവൻ പുറച്ചേരി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബലൂൺ എന്ന കവിതയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കെങ്കൻ കുഞ്ഞമംഗലത്തിൻ്റെ കവിതയാണ്. സ്വാഭാവികമായും നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കവിത ചർച്ച ചെയ്യുമ്പോൾ ഉള്ള മമതാപൂർവമായ ഒരു ബന്ധം ഈ കവിതയോടും അല്ലെങ്കിൽ ഈ ചർച്ചയോടും സ്വാഭാവികമായും ഉണ്ടാകും. കവിത എന്നത് ഒരിക്കലും ഈ ജ്ഞാനികളുടെ വിഷയമല്ല എന്ന് പറയാം. ജ്ഞാനികളൊക്കെയും വെന്തുപോയി അജ്ഞാനിയായോർ പിടിച്ചു നിന്നല്ലോ എന്നൊക്കെയുള്ള കബീറിൻ്റെ കവിതകളുടെ ഒരു ഓർമ്മ നമുക്കുണ്ട്. കവിത എപ്പോഴും അങ്ങനെയാണ്. അത് വലിയ അറിവിൻ്റെയോ വലിയ ഒരു വിജ്ഞാനത്തിൻ്റെയോ ഒന്നും വിശകലനമാകണമെന്നില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ കവിത പലപ്പോഴും ചില കണ്ടെത്തലുകളാണ്, ചില സൂക്ഷ്മമായ ചില അന്വേഷണങ്ങളാണ് എന്ന് പറയാം. ആ അർത്ഥത്തിലും കൂടിയാണ് നമുക്ക് എഴുത്തിനെ നമുക്ക് പരിഗണിക്കേണ്ടത്. എന്താണ് എഴുത്തിൽ സംഭവിക്കുന്നതെന്നുള്ള അത് അവനവന് വേണ്ടി മാത്രമല്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അയാൾ ഈ ലോകത്തെ അയാളുടേതായ രീതിയിൽ നോക്കിക്കാണുന്നു എന്ന് പറയാം. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ ബലൂൺ എന്ന കവിത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഏതെഴുത്തും അത് എഴുതുമ്പോൾ എഴുത്തുകാരനത് പ്രശസ്തനാകട്ടെ അപ്രശസ്തനാകട്ടെ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ ശൈശവാവസ്ഥയിലാണ് ഒരു എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമാണ് അതിന് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. എഴുത്ത് നമ്മളതിനെ കാണുമ്പോൾ ഇപ്പോൾ ബലൂൺ എന്നൊരു കവിത അതിൻ്റെ ഒരു മെറ്റഫർ എന്ന നിലയിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നാണ്. പൊതുവേ കവിതകൾ വാങ്മയ ചിത്രങ്ങളാണ് എന്ന് പറയാറുണ്ട്. വാങ്മയ ചിത്രങ്ങളാണ് എന്ന് മാത്രമല്ല ഞാൻ അർത്ഥമാക്കുന്നത്, വാങ്മയ ചിത്രങ്ങളാണ് പലപ്പോഴും കവിതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ബലൂൺ എന്ന ഈ ഒരു രൂപകം ജീവിതത്തിലെ പൊള്ളയായ കാഴ്ചകൾക്ക് പറ്റിയ ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഊതി വീർപ്പിച്ചു വെച്ച ബലൂൺ പോലെയാണ് പലപ്പോഴും നമ്മുടെ വലിയ വലിയ നേതൃശരീരങ്ങൾ എന്നത് നമ്മുടെ ഒരു കാഴ്ചയാണ്. കെട്ടകാലത്ത് കവിത ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കെട്ടകാലത്ത് കെട്ട ജീവിതത്തെ പ്രതിദാനം ചെയ്യുന്ന കവിതകൾ ഉണ്ടാകും എന്നാണ് മറുപടി. ഈ അർത്ഥത്തിൽ നോക്കുമ്പോഴാണ് ഈ ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടുമ്പോഴെല്ലാം സങ്കടം കണ്ണിലെ തിരയിളക്കങ്ങളിൽ ഉഴറുന്നു എന്ന് ഗംഗൻ കുഞ്ഞിമംഗലം പറയുന്നത്. നമ്മുടെ വലിയ നേതൃബിംബങ്ങൾ ചിലപ്പോഴാണ് അത് നമ്മൾ വിചാരിച്ച ഈ വലിയതൊന്നും അത്ര വലുതല്ല എന്ന് തിരിച്ചറിയുന്നത്. നമ്മുടെ ഒരു സങ്കടമാണ്. അത് കാണുന്നവരുടെ ഈ ബലൂൺ പൊട്ടുമ്പോൾ അത് കാണുന്നവരുടെ കണ്ണിലെ തിരയിളക്കങ്ങളിലാണ് അതിൻ്റെ ഒരു അന്വേഷണവും ഒരു ഉത്കണ്ഠയും പിറവി കൊള്ളുന്നത്. വളരെ ഹൃദ്യമായ രീതിയിലാണ് അത് കവി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില അനുഭവങ്ങളെ, അതിന് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ, അത് ഒരു കവിതയിലുണ്ടാക്കുന്ന ഒരു കവിയിലുണ്ടാക്കുന്ന മുറിവുകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ആണ് പലപ്പോഴും ഉള്ളത്. കാരണം ഈ വിത്ത് എന്ന് പറയുന്നത് ഈ ഒരു അസംതൃപ്തിയാണ്. ആ വിത്താണ് മുളച്ച് കവിതയെന്ന നമ്മൾ കാണുന്ന സ്ഥൂല ശരീരമായി മാറുന്നത്. അതിൻ്റെ സൂക്ഷ്മം തീർച്ചയായും വിത്താണ്. ഈ അതൃപ്തിയാണ്, ഈ ലോകം ഇങ്ങനെയല്ല വേണ്ടത് എന്ന തോന്നലാണ്,
ആ തോന്നലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് കവിത നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൊന്നവൻ കെട്ടിത്തൂക്കിയ ജഡത്തിൻ്റെ കീശയിലെ ആത്മഹത്യാക്കുറിപ്പ് പോലെ ഇസങ്ങളുടെ ഭാവപ്പകർച്ച മാനിഫെസ്റ്റോയിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത് നമ്മുടെ ഈ പലപ്പോഴും നമുക്ക് ഈ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധികൾ ഉണ്ടാവൽ സ്വാഭാവികമാണ്, അത് നല്ലതുമാണ്. പക്ഷെ ഇവിടെ പ്രതിസന്ധി അല്ല ഉള്ളത്, പ്രത്യയശാസ്ത്രത്തെ ഗൗരവത്തിൽ എടുക്കാതിരിക്കുക എന്നൊരു അവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടമായി കാണുന്നത്. ഇത് ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ ലോകത്ത് തന്നെ ഇപ്പോൾ ആന്ദ്രേ ഗോർസിനെ പോലുള്ള ഫ്രഞ്ച് ചിന്തകർ വളരെ കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ ഇതിനെ വിലയിരുത്തിയിട്ട് തന്നെയുണ്ട്. കാരണം മുതലാളിത്തത്തെ ഏറ്റവും നന്നായി പ്രതിരോധിക്കാനുള്ള സമരത്തിൻ്റെ അനിവാര്യ ഭാഗമാകാത്ത രീതിയിലാണ് ഇന്ന് പലപ്പോഴും നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എത്തി നിൽക്കുന്നത് എന്ന വേദന ആന്ദ്രേ ഗോർസ് വളരെ കൃത്യമായി ഇക്കോളജി ആസ് പൊളിറ്റിക്സ് എന്ന വളരെ വിഖ്യാതമായ തൻ്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഉറവ ഉള്ള ഒരിടത്തെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഉറവയുള്ള എന്തായാലും, അത് നദിയായാലും അത് പ്രസ്ഥാനങ്ങളായാലും അത് ആ സ്ഥാപനങ്ങളായാലും, ഉറവയുള്ള ഒന്ന്, നനവുള്ള ഒന്ന്, ആർദ്രതയുള്ള ഒന്നിനെ നമുക്ക് എളുപ്പമൊന്നും വിസ്മരിക്കാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ കഴിയുകയില്ല. അതുകൊണ്ടാണ് എഴുത്തുകാരൻ ചിലപ്പോൾ ഈ സത്യത്തെ വിളിച്ചു പറയുന്നത് പോലും ഉജ്ജ്വലമായ കാവ്യാനുഭവമായി മാറും എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലും കൂടിയാണ് ഈ കവിത ആഖ്യാനം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, നത്ത് കരഞ്ഞാൽ ചട്ടുകം അടുപ്പിൽ വെച്ചാൽ കരച്ചിൽ നിൽക്കുമെന്ന രീതിയിൽ എല്ലാ ഒരു പ്രതിഷേധ അന്തരീക്ഷത്തെയൊക്കെ തന്നെ എത്ര പെട്ടെന്നാണ് നാം മറികടക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നത്, അതിനെയൊക്കെ മറികടന്നു പോവുക എന്നതാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അത് വലിയ തോതിലുള്ള അപമാനവീകരണത്തിൻ്റെ ഭാഗമാണ്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ജൈവനീതിക്കെതിരാണ് അത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പശ്ചിമഘട്ടം ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്, ഞാൻ നിരപരാധിയാണ് എന്ന രീതിയിൽ. കാരണം നമുക്കറിയാം ഈ മഴ പെയ്താൽ അതൊക്കെ തന്നെ പ്രളയമായി മാറുന്നത് അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കൈവഴികളും അതിൻ്റെ നീരുറവയുടെ എല്ലാ വഴികളും നാം കൊട്ടി അടച്ചതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം 3-4 മഴ തുടർച്ചയായി പെയ്താൽ വെള്ളം കയറുന്നത് അതിൻ്റെ അടിയിലെ തോടിൻ്റെ പിറുപിറുക്കൽ കൂടിയാണ്. ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു കവിയുടെ ഒരു പരിസ്ഥിതി വിവേകം എന്ന് പറയുന്നത് ഇന്ന് കവിതയിൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുന്നു. നേരത്തെയൊക്കെ പൊതുവെ ഈ പരിസ്ഥിതി വിജ്ഞാനത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ കാൽപ്പനികമായ എന്തോ ഒന്നാണ്, അത് കവികളുടെ ഒരു ഭാവനയിൽ വരുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ നമുക്കിന്നറിയാം, ഭൂമി ഒരു മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ഈ വേസ്റ്റ് ഉൾപ്പെടെ ലോകം വളരെ വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത്. പലപ്പോഴും ഇതിൻ്റെ വിഴുപ്പ് മുഴുവൻ വിഴുങ്ങാൻ ബാധ്യതപ്പെട്ടത് ഈ 3-4 ലോക രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ വിഴുപ്പ് ലോകത്തിന് സംഭാവന ചെയ്യുന്നത് ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളാണ് എന്നത് വേറൊരു കാര്യം. പക്ഷെ ഇതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് എപ്പോഴും ഈ 3-4 ലോക രാജ്യങ്ങളാണ്. ആ അർത്ഥത്തിലും കൂടിയാണ് നാം പലപ്പോഴും ഈ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു തരത്തിലുള്ള പാരിസ്ഥിതികമായ ആഘാതങ്ങളെ നോക്കിക്കാണേണ്ടത്. ഈ ബലൂൺ പലതായിട്ട് നമുക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ്. ഒന്ന്, നമ്മൾ ഈ ഒരു കാലത്ത് പുരോഗതി എന്നാണ് നാം ഉപയോഗിക്കാറുള്ള വാക്ക്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന് ആവശ്യവുമായിട്ടുള്ളത്. പക്ഷേ ഇന്നത് വികസനം എന്നൊരു മുറവിളിയായിട്ട് നമ്മുടെ മുന്നിൽ വരികയാണ്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും അത് വികസനത്തിന് എതിരാണ് എന്നാണ് പറയുക. സത്യത്തിൽ എന്താണ് വികസനം എന്നതിനെക്കുറിച്ചുള്ള ഒരു മനുഷ്യനും പ്രകൃതിയും ഒക്കെ തമ്മിലുള്ള ആരോഗ്യകരമായ ഒരു പുതിയ ബന്ധത്തിൻ്റെ ആവശ്യകതയാണ്. അതൊരു സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു പാരസ്പര്യമാണ്. അതിനെ അങ്ങനെയൊന്നും കാണാതെ ഊതി വീർപ്പിച്ച് ഈ വികസനത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് തന്നെ എക്കാലത്തും മുതലാളിത്തത്തിൻ്റെ കൃത്യമായ അജണ്ടയാണ്. വികസനം വേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. സത്യത്തിൽ ഈ പരിസ്ഥിതി
സമരം, പരിസ്ഥിതി വിവേകം സംസാരിക്കുന്നവരാരും വികസനത്തിനെതിരല്ല. നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെ സൈക്കിളിലേക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അയക്കും എന്നൊക്കെയാണ് പറയുക. അത്തരം ഒരു കാൽപ്പനിക പരിസ്ഥിതിവാദം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്ന് ഉന്നയിക്കുന്നത് കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ടുള്ള വിശകലനമാണ്, വസ്തുനിഷ്ഠമാണ്, സംവാദാത്മകമാണ്. അതിനെ അങ്ങനെ കാണാത്തൊരു ലോകം ഈ ഊതി വീർപ്പിച്ച ബലൂണിന് സമാനമാണ്. ഇന്ന് നടക്കുന്ന അത്തരം ചർച്ചകളുടെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഊതി വീർപ്പിച്ച ബലൂണുകളെ നോക്കി നിൽക്കുന്ന, യാഥാർത്ഥ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിപ്പോകുന്ന വലിയ ഈ കെട്ടി ഉയർത്തിയ വലിയ നമ്മുടെ ഈ ഒരു വലിയ പോസ്റ്ററുകളും വലിയ ചില ഈ ഫ്ലക്സുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് വീർത്ത് നിൽക്കുന്ന ജീർണ ശരീരങ്ങളെ വിചാരണ ചെയ്യാൻ നമ്മളിപ്പോഴും തയ്യാറാവുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളോട് നിങ്ങൾക്ക് ബൈക്കില്ലേ, നിങ്ങൾക്ക് കാറില്ലേ എന്നൊക്കെയുള്ള ചോദ്യമാണ്. കുറച്ചുകൂടി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്ലേറ്റ് പെൻസിൽ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത കള്ളനല്ലേ എന്ന് വരെ ചിലപ്പോൾ പറയുന്ന നിലയിലേക്കാണ് പോകുന്നത്. പറഞ്ഞു വരുന്നത് ഈ ബലൂൺ എന്നത്, ഊതി വീർപ്പിച്ച ബലൂൺ എന്നത് വളരെ കൃത്യമായി നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൻ്റെ ധർമ്മസങ്കടങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഈ കള്ളത്തരത്തിൻ്റെ പൊള്ളയായ കാഴ്ചയുടെ ഒക്കെ തന്നെ പ്രതീകമായി മാറിയിട്ടുണ്ട്. എന്താണ് മുതലാളിത്തത്തിൽ അധിഷ്ഠിതമായ വികസനത്തിൻ്റെ മുഖമുദ്ര? അതിന് എപ്പോഴെങ്കിലും സാമൂഹിക നീതിയെ പാലിക്കാൻ വേണ്ടി കഴിയുമോ? ഇത്തരം ചോദ്യങ്ങളൊന്നും സാധാരണഗതി ഉന്നയിക്കപ്പെടുന്നില്ല. സോഷ്യലിസം മുതലാളിത്തത്തേക്കാൾ വലിയ ഒട്ടും മെച്ചമാകില്ല എന്നൊക്കെയുള്ള ഒരു വാദമുണ്ട്, നമ്മുടെ ഒരു പൊതു രീതിയുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഏതെങ്കിലും ബ്രാൻഡ് ഉപയോഗിക്കാനോ തിരഞ്ഞെടുക്കാനോ ഉള്ള ഒന്നാണ്, അല്ലെങ്കിൽ അസംഖ്യം ചാനലുകളിൽ ഒന്ന് ട്യൂൺ ചെയ്യാനുള്ള ഒന്നാണ് എന്നത് അത്ര ശരിയായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നിശ്ചയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് നിർഭയമായി മുന്നോട്ട് പോകാൻ നമുക്ക് അത്യാവശ്യവുമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ല. നമുക്കുള്ള വികസനം നമുക്ക് പുറത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു എന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ബലൂൺ എന്ന കവിതയിലെ നേരത്തെ പറഞ്ഞ് കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ ജൈവ കലവറകളിലൊന്നായ പശ്ചിമഘട്ടത്തിൻ്റെ ഒക്കെ തന്നെ വലിയ തോതിൽ അതിനെ ആഘാതം നേരിടാൻ പോകുന്ന വർത്തമാനകാല അന്തരീക്ഷത്തെ കൂടി അഭിസംബോധന കവിതയിലെല്ലാം പറയണമെന്നില്ല. കവിത കൊണ്ട് നാം ശരിക്ക് വായനക്കാരൻ പാചകം ചെയ്യുകയാണ് പതിവ്. അങ്ങനെ പാചകം ചെയ്യാനുള്ള ഇടങ്ങൾ കുറച്ചുകൂടി സമ്പന്നമായ രീതിയിൽ ഈ കവിതയിൽ ഉണ്ടാകാമായിരുന്നു എന്ന തോന്നൽ എനിക്കുണ്ട്. കാരണം കവിത തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരുമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും കവിത ഒരിക്കലും അതിൻ്റെ പല വഴികളിലേക്കുള്ള ഒരു നാൽക്കവലയിൽ പല വഴികളിലേക്കുള്ള ഒരു സ്ഥലത്ത് വായനക്കാരനെ ഇറക്കി വിടുക എന്ന ദൗത്യമാണ് കവിതയിൽ അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിശ്ചിതമായ ഒരു വഴികളിലൂടെ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് യാത്രയല്ല കവിതയുടെ. ആ അർത്ഥത്തിൽ കൂടി പലപ്പോഴും കവിതയിൽ അങ്ങനെയുള്ള ചില ഇടങ്ങൾ കൂടി ആകാമായിരുന്നുവെന്നും വായനക്കാരന് പോകാനുള്ള പല വഴികൾ, കയറാൻ ഇറങ്ങാനുള്ള പല വഴികൾ ഈ കവിതയിൽ താരതമ്യേന, ഒരു പക്ഷേ ഇത്തരം കവിതകളുടെ ഒരു പൊതു പ്രശ്നമായിരിക്കാം അത് കാണുന്നത് കുറവാണ്. കൃത്യമായ രീതിയിലുള്ള ചില നീക്കങ്ങളാണ് കവിതയിലുള്ളത്. പ്രിയപ്പെട്ട ഗംഗൻ കുഞ്ഞുമംഗലത്തിൻ്റെ ഈ കവിത വലിയ പ്രതീക്ഷയും നമുക്ക് നൽകുന്നുണ്ട് എഴുത്തുമായി ബന്ധപ്പെട്ട. എഴുത്ത് എന്നത് ഒരൊറ്റ ദിവസത്തെയോ ഒന്നുമല്ല, എത്രയോ കാലത്തെ ഈ സൈക്കിള് ചവിട്ടി കയറിയിട്ട് പതുക്കെ ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത് പോലെയാണ് എഴുത്തെന്ന് പറയുന്നത്. അത് ഒരു തുടർച്ചയായ ഒരു നൈരന്തര്യത്തിൻ്റെ ഒരു അന്തരീക്ഷവും അതുപോലെ ചില ഇടർച്ചയും കവിത ആവശ്യപ്പെടുന്നുണ്ട്. ഈ കവിത കുറെ കൂടി വലിയ നീർച്ചോലകളുടെ നിലവിളി കൂകിപ്പായുന്ന തീവണ്ടിയോടൊപ്പം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്നത്തെ നിലയിൽ ഇത് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു അന്തരീക്ഷം നമുക്കറിയാം. തീർച്ചയായും അത് വളരെ പ്രധാനവുമാണ്. ചില കവിതകൾ ഇങ്ങനെ സത്യം വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറയുന്ന സത്യം തന്നെയാണ്
കവിതയായി മാറുന്നത്. ആ അർത്ഥത്തിലും കൂടി ഈ കവിതയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. പുറത്ത് ശ്വാസകോശമുള്ള ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്നതാണ് കവിത ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഗംഗൻ കുഞ്ഞുമംഗലത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചർച്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ശ്രീജിത്ത് കാനായാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കവിത ഗംഗാട്ടൻ്റെ ബലൂൺ എന്ന കവിതയാണ്. വികസനം എന്ന ഭരണകൂട ലക്ഷ്യം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലക്ഷ്യം, ഭരണകൂട ലക്ഷ്യം എന്ന് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് വികസനമെന്ന നമ്മുടെ സൗകര്യങ്ങളുടെ ഏറ്റവും സുഖകരമായ അവസ്ഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് വികസനത്തിനെ നമ്മൾ കാണുന്നത്. ലോകത്തിൻ്റെ എല്ലാ വികസനങ്ങളും വലിയൊരു ദുരന്തത്തിലാണ് എത്തിയത് എന്ന് നമുക്ക് കാണാനും പറ്റും. അണുശക്തി കണ്ടുപിടിക്കുമ്പോൾ ചെർണോബിൽ പോലുള്ള ദുരന്തങ്ങളുണ്ടാവുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റിയിരുന്നില്ല. അണുശക്തി ഉണ്ടാക്കുന്ന ലോകത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളന്ന് ചർച്ച ചെയ്തത്. അണുശക്തി ഉണ്ടാക്കുന്ന ഹിരോഷിമയെക്കുറിച്ചോ നാഗസാക്കിയെക്കുറിച്ചോ അത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ലോകത്ത് വികസനങ്ങൾ മനുഷ്യ സമൂഹത്തിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും വികസനങ്ങളും ഉണ്ടാക്കിയ ദുരന്തങ്ങളും. നമ്മളെ സംരക്ഷിച്ചു നിർത്തും എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ പ്രകൃതിയെ, അല്ലെങ്കിൽ നമ്മുടെ തനിമയെ, മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള നന്മയെയും സംരക്ഷിച്ചു നിർത്തും എന്ന് വിചാരിക്കുന്ന ദിവസങ്ങൾ പോലും ഇന്ന് വികസനം എന്ന ഭ്രാന്തിന് അനുകൂലമായിട്ട് അല്ല, ഒരു വികസനം ഗ്രാജുവലായിട്ട് നമുക്ക് നേടേണ്ട വികസനത്തിന് പുറത്ത് വരുന്ന ഒരു വലിയ ഭ്രാന്തിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. വികസനം എന്നുള്ളതിന് വികലമായ പല മാർഗവുമാണ് നമ്മൾ ഉപയോഗിച്ചു പോകുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ നമ്മൾ ഇന്ന് വികസനമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസനമെന്ന് എന്ന പേരിൽ നമ്മൾ നേടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നും അതിന് എന്തെല്ലാം ദൂരവ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടാകും എന്നും ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഗംഗാട്ടൻ ഈ കവിതയിലൂടെ വരച്ച് കാട്ടിയിട്ടുണ്ട്. വളരെ ആനുകാലികമായ ഒരു കവിതയാണിത്. ഗംഗാട്ടന് എല്ലാവിധ ആശംസകളും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സദാശിവനാണ്. മാധവ മാഷ് പറഞ്ഞ ആദ്യത്തെ ക്ലിപ്പ് നേരത്തെ കേട്ടിരുന്നു. പിന്നീട് സമയം നമുക്ക് അനുവദിച്ച് കിട്ടാത്തത് കൊണ്ട്, മറ്റ് ചില പ്രശ്നങ്ങൾക്ക് മുന്നിൽ ആയിപ്പോയതുകൊണ്ട്, കൂടുതൽ കേൾക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ സാധിക്കാതെ പോയത് കൊണ്ടുള്ള ഒരു അമാന്തമാണ് ഈ കയറി വരവിന് ഇപ്പോൾ അഭിമുഖീകരിച്ച് പ്രശ്നം. ഏതായാലും ഈ കവിത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഗംഗൻ കുഞ്ഞുമംഗലത്തിൻ്റെ കവിത ജാലകത്തിൽ 101ാമത്തെ എപ്പിസോഡായിട്ട് ഇന്ന് അവതരിപ്പിക്കാനുള്ള ഒരു നിയോഗമുണ്ടായി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. കാരണം നമ്മളൊരിക്കലും കൗരവപ്പടയല്ല, പാണ്ഡവപ്പടയാണ്. വിജയത്തിൻ്റെ ഭാഗത്ത് കൗരവന്മാരാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. നീതിയുടെ പക്ഷത്ത് പക്ഷേ പാണ്ഡവരാണ്. വിജയം എല്ലാ സമയത്തും നീതിക്ക് മാത്രമുള്ളതാണ് എന്ന് അവകാശപ്പെടാൻ കഴിയാതിരുന്ന ഒരു കാലത്തിൻ്റെ മാറ്റിമറിച്ചിലായിട്ടാണ് യഥാർത്ഥത്തിൽ പാണ്ഡവരുടെ വിജയം ആഘോഷിക്കപ്പെടുന്ന മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ നന്മ. പക്ഷെ നമ്മുടെ 160 പേരുള്ള കൂട്ടായ്മയിൽ ആദ്യം തന്നെ ഒന്നാമത്തെ വ്യക്തി എന്ന് അവകാശപ്പെടാവുന്ന ഇതിൻ്റെ നിർമ്മിതിയിൽ അല്ലെങ്കിൽ പരികൽപ്പനയിൽ ആദ്യം ഉണ്ടായിരുന്ന ഗംഗാട്ടൻ്റെ
ആദ്യത്തെ 100 കടന്നിട്ട് 101ാമത്തെ സ്ഥാനത്തേക്ക് ഈ ജാലകത്തിൽ ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു തീരുമാനം ഇത് പ്രവർത്തക സമിതി ആലോചിക്കുകയും ആ ആലോചന വളരെ ജാലകം കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ആ ആലോചന നമ്മളിലേക്ക് കൊണ്ടുവരികയും ആ ആലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീ ഹരിപ്രസാദ് തായനേരിയോടുള്ള സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. ഈ കവിത വളരെ മനോഹരമായി ആലപിച്ച ശ്രീ പ്രമോദ് നാരായണ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിജയേച്ചി, രണ്ടുപേരോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ഈ കവിതയെക്കുറിച്ച് മാധവ മാഷ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനമാണ്. ലോകതലത്തിൽ തന്നെ നിരീക്ഷണ പാടവത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഒരുപാട് ചിന്താഗതികൾക്ക് ശ്രീ മാധവൻ പുറച്ചേരി പറഞ്ഞതുപോലെ അത്തരം ആളുകളുടെ ചിന്താഗതികളോട് ചേർത്ത് പിടിക്കാവുന്നതോ അല്ലെങ്കിൽ കൂട്ടി വായിക്കാവുന്നതോ ഒക്കെ ആയിട്ടുള്ള വരികൾ, ഈ വരികൾ എന്ന് പറയുന്നത് ചിന്തകൾ ഈ കവിതയിൽ ആലേഖനം ചെയ്യുന്നു, ഉള്ളടങ്ങുന്നു എന്നുള്ളതാണ് ഈ കവിതയുടെ മികവ്. നമ്മൾ നിറങ്ങൾ മനുഷ്യനിൽ ഉളവാക്കുന്ന വൈകാരികതയെ, നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച പ്രതീക്ഷകളെ, നിറംകെട്ട മുഹൂർത്തങ്ങളിലേക്ക് വലിച്ചിഴച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ അധ്യാരി വർഗത്തിൻ്റെ തിട്ടൂരങ്ങളെ ഒക്കെ കരിഞ്ഞുണങ്ങുന്ന മനസ്സിൻ്റെ ഉൾത്തടത്തിൽ നിന്ന് അറ്റിത്തണുപ്പിച്ച് കവിതയാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എഴുതാൻ കഴിയുന്ന വരികൾ ആണ് യഥാർത്ഥത്തിൽ ശ്രീ ഗംഗാട്ടൻ്റെ, നമ്മുടെ ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തിൻ്റെ ബലൂൺ എന്ന കവിത. പ്രത്യയശാസ്ത്രങ്ങൾ ശാസ്ത്രത്തെ തച്ചുടക്കുന്നതാകാം എന്ന് പറയുമ്പോഴും അങ്ങനെ ആകുമ്പോഴും ഉള്ള നീറ്റൽ അത് മനസ്സിൽ നിന്ന് കിണറാഴത്തിലെ പ്രതിധ്വനി പോലെ കവിതയിൽ മേളിക്കുന്നുണ്ട്. ഇവിടെ ഊതിപ്പിരിപ്പിച്ച കഥനങ്ങളുടെ നാഴികക്കല്ലുകളെ സിൽവർ ലൈനുകളാക്കുന്ന നാട്ടുപക്ഷത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കവിത. പാറക്കഷ്ണങ്ങളുടെ പ്രാപ്തി ഭൂമിക്ക് അനിവാര്യത എന്ന വിളംബരമുണ്ട് ഈ വരികളിൽ. പച്ചപ്പിന്റെ ഇതളുകൾക്ക് ഊഷരതയുടെ വർണ്ണം ചാലിക്കുന്ന പരിഷ്കർത്താക്കളുടെ പ്രക്രിയകളെ മഞ്ഞയിലും കറുപ്പിലും ചാലിച്ചിട്ടുണ്ട് ഇവിടെ. ഇരുട്ടിന്റെ വേലിയേറ്റം സമാഗതമാകുന്ന കാലത്തിന്റെ വിളംബരപത്രമായി കവിതയെ വ്യാഖ്യാനിക്കാൻ അവസരം നൽകുന്നുണ്ട് ഈ കവിത, ഈ വരികൾ. ഹത്യയെ ആത്മഹത്യയാക്കാൻ നമ്മൾ പണ്ടേ പറയാറുള്ളത് പോലെ ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയും ഒക്കെ ആക്കാനും ശ്രമിക്കുന്നത് പോലെ ഹത്യയെ ആത്മഹത്യയാക്കാനും ഒക്കെ ഒരേ നാവ് കൊണ്ട് അധ്വാനിക്കുന്നവരുടെ സൈബർ സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പറയാതെ പറയുന്ന വരികൾക്കിടയിൽ വിറങ്ങലിച്ചു പോകുന്ന മഹാത്മാക്കളുടെ ആത്മാക്കളെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. ഒറ്റക്കാണെങ്കിലും കലഹിക്കാൻ കഴിയുന്നു എങ്കിൽ മുളപ്പിച്ചെടുക്കുന്നതേ നന്മയാണ്. അങ്ങനെ മുളപ്പിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ നന്മ. നന്മ എന്നത് മാത്രമല്ല, പ്രതീക്ഷകളെ കൂടി. ഉഷരഭൂവിലുള്ള പ്രതപ്ത സാഹചര്യങ്ങളെ ഉഴുതുമറിക്കാൻ കഴിയുന്നവനാണ് കവി. അങ്ങനെ പ്രതീക്ഷകളുടെ നാമ്പ് കരിഞ്ഞുണങ്ങുന്നു എന്ന് പറയുമ്പോഴും പ്രതീക്ഷയുടെ പുതുനാമ്പ് തളിർത്തു വരുന്ന ഒരു ഭാസുരമായ സങ്കല്പനത്തെ കവിതയിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന് വിഘാതവും വിലങ്ങുതടിയുമായി നിൽക്കുന്ന ഭരണകൂട സംവിധാനങ്ങളെയും പ്രത്യയശാസ്ത്ര സംഹിതകളെയും ഒരുപോലെ ചോദ്യം ചെയ്യാൻ എപ്പോഴും അലോസരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയ്ക്കേ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തിൻ്റെ മനസ്സ് കലഹിച്ചുകൊണ്ടേയിരിക്കുന്ന കവിയുടെ മനസ്സാണ് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ കവിത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹം. ബലൂൺ എന്ന ഈ കവിത തീർത്തും പാരിസ്ഥിതിക കവിതയായി കരുതാം. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രത്യയശാസ്ത്ര പ്രയോഗത്തിൽ വന്ന വീഴ്ചകളും നമ്മൾ കടലാസിൽ എഴുതി പഠിപ്പിച്ചതൊന്നും അതുപോലെയല്ല പ്രാവർത്തികമായി വരുമ്പോൾ എന്ന വാക്യത്തിലൂടെ എന്ന ആ കവിതയിലെ ആശയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചുവപ്പ് പിടിക്കാൻ തുടങ്ങി പച്ചയിലേക്കും പിന്നീട് ചിന്തിച്ച ചുവപ്പും പച്ചയും എന്ന് പറയുന്നത് പാരിസ്ഥിതിക രാഷ്ട്രീയത്തിൻ്റെ ഗ്രീനറിയുടെ അത് കറുപ്പും മഞ്ഞയിലേക്കും മാറുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണ്. ഏത് പ്രത്യയശാസ്ത്രമാണോ തങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോയത് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തിൽ വന്ന വീഴ്ചകളെയാണ് വിമർശനാത്മകമായി കവി സമീപിക്കുന്നത്. തീർച്ചയായും ഒരു പ്രതീക്ഷയും വിമർശനത്തിൻ്റെ ഒരു കൃത്യമായ വിമർശനവും കൂടി കവി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ പാരിസ്ഥിതിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ ഉള്ള ഈ ഇടി മാറ്റങ്ങൾ, തീർച്ചയായും പ്രകൃതിയിലുണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ, പ്രകൃതി ക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കം, കെടുതികൾ, ഉഷ്ണരാശിയിലേക്ക് മാറുന്ന ഉഷ്ണത്തിൻ്റെ അതിഭീകരമായൊരു കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അതിനെയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയിൽ തീർത്തും ഒരു പരിസ്ഥിതി കവിതയായി മാറുകയാണ് ഈ കവിത. വളരെ കുറച്ച് വാക്കുകളിലൂടെ യഥാർത്ഥത്തിൽ നമുക്ക് നേരിട്ട് കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഓരോ ദിവസവും ദൈനംദിന വിഷയങ്ങളായിട്ട് കടന്നു വരികയാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കെടുതികൾ നിരന്തരമായി നാം അഭിമുഖീകരിക്കുമ്പോൾ ഈ കവിത പ്രസക്തമാണ് എന്നല്ല, ഇത് കൂടുതൽ കൂടുതൽ പ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. ഊതിയൂർപ്പിച്ചതുപോലെയാണ് തങ്ങളുടെ പൊതുവെ ഈ പറഞ്ഞ തീർച്ചയായും പ്രകൃതിയെ അന്യവൽക്കരിച്ചുകൊണ്ട്, പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട്, പ്രകൃതി ഒരു വിഷയമല്ല, പരിസ്ഥിതി ഒരു വിഷയമല്ല എന്ന നിലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വികസന സങ്കല്പങ്ങൾ, ഈ വികസന സങ്കല്പം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ കവിതയിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അത് തീർച്ചും മനുഷ്യത്വ വിരുദ്ധമായി, മനുഷ്യന് മാത്രമാണ് മനുഷ്യകേന്ദ്രീകൃതമായിട്ടുള്ള വികസനത്തിൽ പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും അന്യം നിന്ന് പോകുന്നു എന്ന ആശയം അതിൽ കടന്നു വരികയാണ്. ലോകത്തിൻ്റെ ഏത് മാറ്റവും ഉണ്ടാകുന്ന തീർച്ചയായും പ്രകൃതിയിൽ മനുഷ്യനുണ്ടാകുന്ന നിരന്തരം ഇടപെട്ട് ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെയാണ് പ്രകൃതിയെ മനുഷ്യൻ തങ്ങളുടെ പരിധിയിലാക്കുന്നത്. പക്ഷേ ആ പരിധി വിട്ടു കൊണ്ടുപോവുകയും ആ പരിധിയിൽ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നതെല്ലാം കവിതയിൽ ഓരോ ഘട്ടങ്ങളായിട്ട് എടുത്ത് കാണിക്കുകയാണ്. അവിടെ അവസാനം കയ്യിൽ കളഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്, കളയണമെന്ന് പറയുന്ന, തീയിലേക്ക് എടുത്തിടുന്നതും ഒക്കെ പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് കളയുക എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും കയ്യിൽ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള, കയ്യിൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റീൽ കയ്യിലല്ലല്ലോ. ഇവിടെ പറഞ്ഞ കയ്യിൽ തീർച്ചയായും നമ്മുടെ ചിരട്ട ഉണ്ടാക്കിയ കയ്യിലാണ്. അത് വേണ്ട എന്ന് പറയുകയും പകരം എല്ലാം ഈ പറയുന്ന പുതിയ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു എന്നതാണ്. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും പരിസ്ഥിതിയെ കൂടുതൽ കൂടുതൽ ദുർബലമാക്കുന്നു എന്നതാണ് കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. ഈ അർത്ഥത്തിലെല്ലാം കവിത വായിക്കപ്പെടുന്നുവെന്നതല്ല, കാലത്തിനപ്പുറത്ത് എല്ലാ കാലത്തേക്കും ഇനി വരാൻ പോകുന്ന കാലത്തെ കൃത്യമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചുവപ്പും പച്ചയും കലർന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഏറ്റവും വികസനത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ആരെയാണ് ഓരോ വികസനത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, ഇതിൻ്റെ കോട്ടങ്ങൾ ആരാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് പച്ച എന്നതും ചുവപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രതീകങ്ങളാണ്. തീർച്ചയായും അതൊക്കെ ഈ പ്രതീകങ്ങളൊക്കെ അതായത് ഹരിത രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട, അത് അന്യമായിട്ട് ഒരു രാഷ്ട്രീയ സംവാദങ്ങളിലും ഒരു രാഷ്ട്രീയ പ്രയോഗങ്ങളിലും അന്യമായി നിൽക്കേണ്ടതല്ല. പച്ചയുടെ, ഹരിത വർണ്ണത്തിൻ്റെ രാഷ്ട്രീയം അത് തീർച്ചയായും അത് ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായിട്ടൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ഇടപെടലുകളും അതിൻ്റെ പ്രയോഗ സാധ്യതകൾ തന്നെയാണ് ഇനിയും മനുഷ്യർ ആഗ്രഹിക്കുന്ന ഏറ്റവും നമ്മൾ മാനവരാശിയുടെ നിലനിൽപ്പിന്, ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യം എന്നൊക്കെ പറയുന്ന വലിയ അർത്ഥത്തിലേക്ക് കവിത വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ കവിതയുടെ പ്രത്യേകത. ബലൂൺ. പ്രിയപ്പെട്ട സർഗജാലകത്തിലെ എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഇന്നത്തെ കവിത നമ്മുടെ സ്വന്തം ഗംഗേട്ടൻ്റെ ബലൂൺ എന്ന കവിതയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഈ കവിതയെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഭിമാനമായ, നമ്മുടെ നാടിൻ്റെ കവിയായ മാധവൻ മാഷ് വളരെയധികം അർത്ഥവത്തായി ഈ കവിതയെ വിശകലനം ചെയ്തത് കേട്ടു. അഭിനന്ദനം അറിയിക്കുന്നു മാഷെ, സ്നേഹവും. പിന്നെ ഇന്നത്തെ കവിത ബലൂൺ. ഗംഗേട്ടൻ്റെ ഈ കവിത വിട്ട് പല കവിതകളും FBയിൽ വായിച്ചിട്ടുണ്ട്. എല്ലാ കവിതകളും തന്നെ, ചിലത് ഒഴിച്ചാൽ എല്ലാ കവിതകളും തന്നെ കാലിക പ്രശ്നങ്ങളിൽ നൊന്ത് വെന്ത ഒരു കവിയുടെ വിങ്ങലുകളായിട്ട് തന്നെയാണ് എനിക്ക് അത് വായിക്കുമ്പോഴൊക്കെ തോന്നാറുള്ളത്. ഈ കവിതയും ഒട്ടും വ്യത്യസ്തമല്ല. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കാൻ പോകുന്ന വികസനത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങളും
നമ്മുടെ പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം, അതായത് പ്രകൃതി ചൂഷണം, അതിൻ്റെ ഭവിഷ്യത്തുകളിൽ മുമ്പ് നാം കുറേ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ വികസനവും എല്ലാം കൊണ്ടും അതിൽ അസ്വസ്ഥനായ കവിയുടെ മനസ്സിൻ്റെ വിങ്ങലുകൾ തന്നെയാണ് ഈ കവിതയിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥ കവിധർമ്മം തന്നെയാണ് ഈ കവി ഇതിൽ കാണിച്ചിരിക്കുന്നത്. കാരണം തൂലിക പടവാളാക്കി മറ്റുള്ളവരുടെ മുന്നിലേക്ക് അതിൻ്റെ വശങ്ങളെ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന ആ കർമ്മം, കവിയുടെ ആ കടമ കവി ഈ കവിതയിൽ ചെയ്തിരിക്കുന്നു. ഇനിയും മുമ്പോട്ടുള്ള കവിയുടെ യാത്രയിൽ നല്ല കവിതകൾ രചിക്കാൻ കവിക്ക് അവസരം കിട്ടട്ടെ. അത് വായിക്കാൻ നമ്മൾക്ക് ഇടയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിത ഒത്തിരി ഇഷ്ടമായി എന്നറിയിച്ചുകൊണ്ട് ഈ കവിത ആലാപനം ചെയ്ത, മനോഹരമായി ആലാപനം ചെയ്ത പ്രമോദ് നാരായണന് സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിജയലക്ഷ്മി. പ്രിയമുള്ളവരെ, ഞാൻ രാധാകൃഷ്ണൻ കാനായി. പ്രിയ സുഹൃത്ത് ഗംഗൻ കുഞ്ഞുമംഗലത്തിൻ്റെ ബലൂണ് എന്ന കവിത വായിച്ചു, ശ്രവിച്ചു. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ ഭീതി പകർന്നുകൊണ്ട്, വികസനം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഈ കവിതയെ നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പോൾ പുതിയ മനുഷ്യ സമൂഹത്തിൻ്റെ അറിവ് എന്നത് എന്താണ് എന്നതാണ് ഇവിടെ ഒരു വലിയ ചോദ്യമായി വരുന്നത്. എന്താണ് വികസനം? അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അറിവ് എന്താണ് എന്നുള്ളത് ഒരു പൊതു ചോദ്യമാണ്. ഊതി വീർപ്പിച്ചത് എത്ര കാലം നമുക്ക് അത് ആ ഭംഗിയിൽ ആ രീതിയിൽ നിലനിർത്താൻ പറ്റും എന്നുള്ളതും കവിതയിലും പൊതുവിലും ആശങ്ക ഉളവാക്കുന്നതാണ്. കവിത ഭാഷയിൽ നിന്ന് നഷ്ടപ്പെടുന്ന സൂക്ഷ്മ യാഥാർത്ഥ്യത്തെ ഭാഷ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കവിതയിൽ. വിവേകം എന്ന ഒരു വാക്കിനെ നിഘണ്ടുവിൽ നോക്കിയാൽ നമുക്ക് കാരണബോധം അല്ലെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ശേഷി എന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റുമെങ്കിലും എന്താണ് വിവേകം എന്നുള്ളത് പൊതുസമൂഹത്തിനു മേലൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ചില ധാരണയിൽ ഭരണകൂടം ഉറച്ചു നിൽക്കുമ്പോൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഉറച്ചു നിന്നവർ ഒലിച്ചുപോയി, ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു, അങ്ങനെ ഒരു കവിതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അത് ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടിയാണ്. ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു. വർത്തമാനകാലത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ജീവിത വ്യവസ്ഥിതിയിൽ നമ്മൾ കാണുന്ന വികസന സങ്കല്പം എന്താണ്? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ വികസനം ഇങ്ങനെയാണോ? പ്രകൃതിയുമായി കൂടിച്ചേർന്ന് നിൽക്കാതെ ഒരു വികസനം സാധ്യമാവുമോ? ഊതി വീർപ്പിച്ച ബലൂണ് പോലെ ആവില്ലേ അത് എന്നൊക്കെ ഈ കവിതയിൽ പല വഴികളിലായി ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇലിയറ്റിൻ്റെ കവിതയിൽ വിസ്ഡം എന്ന് പറയുന്നത് വിവേകം. നമ്മൾ വിസ്ഡത്തിന് കൊടുത്ത അർത്ഥം വിവേകം എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ വിവേകം എന്താണ് എന്ന് മലയാള കവിതയിൽ പല രീതിയിൽ കുമാരനാശാൻ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ കുഞ്ചൻ നമ്പ്യാർ പിൽക്കാലത്ത് ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നും പറയുന്നുണ്ട്.
അപ്പോൾ വിവേകം എന്നുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ കാഴ്ചപ്പാടിൽ പരക്ലേശബോധമാണ്. കുമാരനാശാന്റെ സങ്കല്പത്തിൽ അന്യജീവന് ഉതകലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ഉൾക്കൊള്ളുന്ന വിവേകം എന്തായിരിക്കും എന്നുള്ളത് നാം തന്നെ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അറിവിനെ എങ്ങനെ ആണ് നാം നോക്കിക്കാണേണ്ടത്? അറിവ് അതിൻ്റെ സാമാന്യത്തിൽ നിന്ന് അനുഭവ മൂല്യമുള്ളതുമായി കൂട്ടിയിണക്കി വായിക്കാനുള്ള ശേഷി ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ അറിവ് എന്ന വാക്കിൽ നിന്ന് യഥാർത്ഥ ഈ വിവേകം എന്ന രീതിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വസ്തുതകളുടെ ഒരു സഞ്ചയമാണ് യഥാർത്ഥത്തിൽ അറിവ്. അത് വിജ്ഞാനത്തിൽ വിവേകം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മളെല്ലാവരും എന്ന് പറയാം. അതുകൊണ്ടാണ് ഇത്തരം വികസന സങ്കല്പങ്ങളെ നമ്മൾ ഇത്തരത്തിൽ എന്താണ് വികസനം എന്നുള്ളതിന് ഇത്തരത്തിലുള്ള ചില ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വികസന സങ്കല്പങ്ങളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഗംഗേട്ടൻ ഈ കവിത രചിച്ചിട്ടുള്ളത്. അത് മാധവൻ മാഷ് വളരെ കൃത്യമായി അതിനെ അവലോകനം ചെയ്തു. പക്ഷേ അത് ഈ കവിതയിൽ മാധവൻ മാഷ് പറഞ്ഞ പോലെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂർണ്ണത തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ എൻഡ് നമുക്ക് പൂർണ്ണമായും കവി അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സഞ്ചരിക്കാൻ ഒരു വഴിയില്ലാത്ത വണ്ണം നമ്മളെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അത് വായനക്കാരൻ എന്ന രീതിയിൽ ഇനി സഞ്ചരിക്കാൻ അപ്പുറത്തേക്ക് വഴിയില്ലാത്ത രീതിയിലായിപ്പോയോ എന്നൊരു സംശയം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള സർഗജാലകത്തിലെ സുഹൃത്തുക്കളെ നമസ്കാരം. ഗംഗേട്ടൻ്റെ കവിത ബലൂൺ ഞെട്ടിച്ചു. ഇതെങ്ങനെ സാധിച്ചു? ബലൂൺ ബാല്യങ്ങളുടെ സ്വപ്നം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കവി പാടി. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത് ചിന്താസക്ത. ഓരോ കാലഘട്ടത്തിലും മനുഷ്യനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വർണ്ണത്തിൻ്റെ ലോകം ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ വിലയുണ്ടായിരുന്നില്ല. 10 പൈസയുടെ ബലൂൺ കിട്ടാൻ കരയുന്ന ബാല്യങ്ങളുടെ ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആയിരങ്ങളുടെ വില വരുന്ന കളിപ്പാട്ടത്തിന് കാത്തിരിക്കുന്നവർക്ക് മനസ്സിലാകില്ല. ചെറുപ്പത്തിൽ ഒരു കളിപ്പാട്ടം ബലൂൺ, പിന്നെ അത് കുട്ടികൾ വളരുമ്പോൾ ആവശ്യങ്ങൾ മാറി മാറി വരും. ആശകൾക്ക് ഒരതിരുമുണ്ടാകില്ല. വേറൊരു കവി പാടി, ആശയ്ക്കുലകിൽ അളവുണ്ടാമോ, പൊന്താനം പാടുന്നു, ഉണ്ണിയുണ്ടായതിനെ വെളുപ്പിച്ചൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവൂ എന്ന്. എത്രമാത്രം ആനന്ദദായകമാണ് ഒരു ബലൂൺ. അതുപോലെ വളരെയേറെ ദുഃഖം നൽകുന്നതാണ് ഒരു ബലൂണിൻ്റെ പൊട്ടിപ്പോകൽ. കാറ്റിൻ്റെ കൈകളിൽ ചാഞ്ചാടി മാനത്ത് പൊങ്ങുന്ന ആർക്കും ആനന്ദമേകുന്ന കാഴ്ച. മരച്ചിലയിൽ തട്ടി അല്ലെങ്കിൽ മുള്ളിലുടക്കിയാൽ ആ സ്വപ്നം തകരുന്നു. കവികൾ എന്നും സ്വപ്നം കാണുന്നവരാണ്. ലോകത്തിൻ്റെ മുഴുവൻ സുഖം, സമൃദ്ധി, അതാണ് അവരുടെ ലക്ഷ്യം. സ്വപ്നങ്ങളുടെ വളർച്ചയും വളർന്ന് പൊട്ടുന്നതും ലോകത്തിനെ ഞെട്ടിക്കുന്നു. ഇഷ്ടപ്പെടാതെ കടന്നു വരുന്ന മാറി മാറി വരുന്ന നിറങ്ങൾ കാഴ്ചവെക്കുന്നത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്തിലെ രാഷ്ട്രീയം തന്നെയാണ്. എല്ലാവരും പറയും രാഷ്ട്രീയം പറയരുത്, പക്ഷേ വിചിത്രം, എല്ലാവർക്കും പച്ച രാഷ്ട്രീയം കളിക്കാം. മാവേലി നാട് സുന്ദരമായ ഭരണസങ്കല്പം, അത് തരുമെന്നാണ് ഓരോരുത്തരും തരുന്ന സുന്ദരമോഹന വാഗ്ദാനങ്ങൾ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അവസാനം തിരിച്ചറിയുന്നു എല്ലാ നിറങ്ങളും അവസാനം എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ എത്തിക്കുന്നത് കറുപ്പിലേക്കാണെന്ന്. പഠിപ്പിച്ചതൊന്നും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എത്ര കൃത്യമായ വാക്കുകൾ, ഏട്ടിലപ്പടി പയറ്റിലപ്പടി എന്ന് പറയുന്നത് പോലെ. പ്രകൃതി മാത്രം നല്ല സത്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. തെക്കൻ കാറ്റാണ് പഠിപ്പിച്ച
പഠിപ്പിച്ച കാര്യങ്ങളുടെ പൊരുത്തക്കേട് കാണിച്ചു തരുന്നത്. കൊന്നു കെട്ടിത്തൂക്കിയ ജഡത്തിൻ്റെ എത്ര കൃത്യമായ ചിത്രം. അന്ന് തൊട്ടേ ഇന്ന് വരെ വേലികൾ എത്ര വിളവ് തിന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷകരായി മാറുന്ന കറുത്ത കാഴ്ചകൾ. ഒരുപാട് കാലങ്ങളായി ഒരുപാട് ഇസങ്ങൾ അധികാരമാളുന്നു. സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഇസങ്ങൾ കാലങ്ങളായി മണ്ണിനെ നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന കവിയുടെ വ്യഥ ആർക്കും മനസ്സിലാകും. ഇത് ലോകമല്ല, എൻ്റെ ലോകം ഇങ്ങനെയല്ല എന്ന് കവിയോടൊപ്പം ജനതയും വിളിച്ചു പറയുന്നു. ദശകങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കയ്യേറ്റങ്ങൾ, പാരിസ്ഥിതിക ആഘാതങ്ങൾ, കടന്നുകയറ്റങ്ങൾ നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. എന്നിട്ട് പറയും കാലം തെറ്റി, മഴ തെറ്റി, ഉരുൾപൊട്ടി, വെള്ളപ്പൊക്കം ഉണ്ടായി, ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് സ്വയം ചോദിക്കുന്നതിന് പകരം, അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് പകരം അപരൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാനാണ് എല്ലാവർക്കും താല്പര്യം. നത്തിൻ്റെ കരച്ചിൽ, നായ്ക്കളുടെ ഓരിയിടൽ എല്ലാം അശുഭ വാർത്തയാണ് നൽകുന്നത്. ചട്ടുകമെടുത്ത് അടുപ്പിൽ വെച്ചാൽ ചൂടാകുന്ന ഇരുമ്പ് നത്തിൻ്റെ തൊണ്ട പൊള്ളിപ്പിക്കും എന്ന കറുത്ത ഹാസ്യം അതിൻ്റെ പിന്നിലെ കാരണവരെന്ന അധികാരി നാട്ടിലെ രാജാവാണെന്ന് അനുമാനിക്കാം. ഒരുപാട് ചിന്തകൾ നൽകിയ ബലൂൺ ദഹിക്കാത്ത സത്യത്തിൻ്റെ ചോദ്യങ്ങൾ അനുവാചകരിൽ ഉണർത്തുന്നു. വിനോദത്തിന് പകരം, രസത്തിന് പകരം ഒരു കവിയുടെ മനസ്സ് പല മനസ്സുകളിലേക്കും ചോദ്യങ്ങൾ എറിയുമ്പോൾ കവിതയുടെ ധർമ്മം പൂർത്തിയാകുന്നു. ഗംഗട്ടൻ്റെ ഈ കവിത വിനോദത്തിന് പകരം ചോദ്യങ്ങളാണ് ഉണർത്തുന്നത്. ഓരോ കാലത്തും കവികൾ ചോദ്യം ചോദിച്ചിരുന്നു. അതിനവർക്ക് ചിലപ്പോൾ പട്ടും വളയല്ല, അവർക്ക് വെട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് അന്ന് തൊട്ട് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കവിയുടെ കർത്തവ്യം നടത്തുന്നത് ചിലപ്പോൾ വിപ്ലവകാരികളായിരിക്കാം. എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അധികാരി വർഗം, പിന്നെ പലതരത്തിലും മദ്യമായി മറ്റും സ്വപ്നങ്ങൾ കാട്ടിക്കൊടുക്കുന്ന അധികാരി വർഗം, യഥാർത്ഥ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന കവികൾ. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ഈ ലോകത്തിലെ ജീവിതം സുന്ദരമായ ഒരു കാഴ്ചയല്ല. പോരാട്ടം ഒരിക്കലും ഇല്ലാതാകുന്നില്ല, അതിൻ്റെ ആവശ്യകത ഇല്ലാതാകുന്നില്ല. പോരാടിക്കൊണ്ടേയിരിക്കുക. ആ പോരാടുന്നവർക്ക് ചിലപ്പോൾ ജീവിതം നഷ്ടമായേക്കാം, പക്ഷേ അങ്ങനെ ആശിക്കാം ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു മാവേലി നാട് നാളെയെങ്കിലും മണ്ണിൽ പുലരുമെന്ന്. ആ സ്വപ്നമാണ് മനുഷ്യനെയും ജനതകളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര നല്ല കവിത എഴുതിയ ഗംഗട്ടന് 1000 അഭിനന്ദനങ്ങൾ. ഇനിയും ഇത്തരം ധാരാളം കവിതകൾ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ, പറഞ്ഞുകൊണ്ടേയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സർഗജാലകം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഗംഗൻ കുഞ്ചിമംഗലത്തിൻ്റെ ബലൂൺ എന്ന കവിതയാണല്ലോ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബലൂൺ എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ, സന്തോഷകരമായ ഒരു കാഴ്ചയാണ് മനസ്സിലെത്തുക. ഒരിക്കലും അതിൽ ദുഃഖമില്ല. അതുകൊണ്ടാണല്ലോ എല്ലാ ആഘോഷങ്ങൾക്കുമൊക്കെ ബലൂൺ നമ്മൾ കെട്ടിത്തൂക്കുന്നത്. കുട്ടികൾ കളിക്കാനുമൊക്കെ ബലൂൺ ഉപയോഗിക്കുന്നു, അതിനെ കൊണ്ട് കളിക്കുമ്പോൾ ആർത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു മനോഹരമായ, സന്തോഷകരമായ അവസ്ഥയാണ് ബലൂൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു വർണ്ണപ്പകിട്ടാർന്ന മനോഹരമായ ബലൂൺ പോലുള്ള ജീവിതമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിനനുസരിച്ച് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ടത് പൊട്ടുമ്പോൾ ദുഃഖം അണപൊട്ടി ഒഴുകുന്നു. വീണ്ടും ഈ പൊട്ടിപ്പോയ ബലൂൺ തുണ്ടുകൾ മുഴുവനും ചേർത്ത് വെച്ച് ഒട്ടിച്ച്, ചിലപ്പോൾ ഒട്ടിക്കാൻ പറ്റത്തില്ല എങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും എല്ലാം യോജിപ്പിച്ച്, ഇത്രയും വലിങ്ങനെ പൊങ്ങുമോ ഇത് വീർപ്പിച്ചാലേ എന്ന് അത്ഭുതം കൂറും പോലെ ജീവിതത്തെ വീണ്ടും വിട്ടുപോയ ആ ജീവിതം വീണ്ടുമെല്ലാം കൂടെ ചേർത്ത് വെച്ച് ചുവപ്പും
പച്ചയും മഞ്ഞയും നിറങ്ങൾ ഒപ്പിച്ച് വർണ്ണപ്പകിട്ടാർന്നു. പിന്നീടത് കറുപ്പിലേക്ക് നീങ്ങുന്നു. ഈ 3 നിറങ്ങളും ഒന്ന് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം കറുപ്പ് വീണ്ടും വരുന്നു. അപ്പോൾ സുഖവും ദുഃഖവും ഇടകലർന്ന് വരുന്ന ഒന്നാണ് ജീവിതം. അതുപോലെ തന്നെയാണ് ഒരു ബലൂൺ ഊതി വീർപ്പിച്ച് അങ്ങ് ഉയരത്തിലെത്തുമ്പോഴാണ് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോകുന്നത്. അത്യുന്നതങ്ങളിൽ എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവുക. ഒരു നീർക്കുമിള പോലെ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. കാണാൻ വളരെ സുന്ദരമായ, ആലോചിക്കാൻ വളരെ സുന്ദരമായ ജീവിതം. എപ്പോഴത് പൊട്ടുമെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ കൂടിയാണ് എനിക്ക് ബലൂൺ വായിക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ വർണ്ണപ്പകിട്ടാർന്ന ബലൂൺ പോലുള്ള ഈ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ചുകൂടെ ഗംഗേട്ടൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, പഠിപ്പിച്ചതൊന്ന്, പക്ഷെ പഠിച്ചത് വേറൊന്ന്. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നില്ല. ആ പ്രത്യയശാസ്ത്രങ്ങൾ, മാനിഫെസ്റ്റോകൾ പറയുന്നതൊന്നും നമ്മൾ കാണുന്നത് മറ്റൊന്നുമാണ്. സമൂഹത്തിൽ തന്നെ ഉള്ള എന്താ പറയുക, പല അനീതിയും കൊള്ളരുതായ്മയും ഒക്കെ നമ്മളെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് കാണുന്ന പല സംഭവങ്ങളെക്കുറിച്ചുമുള്ള സൂചന ഈ കവിതയിലുണ്ട്. ഇപ്പോൾ ഒരാളെ കെട്ടിത്തൂക്കിയിട്ട് കീശയിൽ ആത്മഹത്യാക്കുറിപ്പ് കരുതി വയ്ക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അസാധാരണമല്ലാത്ത ഒരു ചിത്രമാണിത്. പലതും നമ്മൾ വിചാരിച്ച മാതിരിയല്ല കാര്യങ്ങൾ നടക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാണ്, പരിസ്ഥിതി നാശത്തെക്കുറിച്ചാണ്. ഇപ്പം മഴ ഇഷ്ടം പോലെ പെയ്യുന്നു, ആ മഴ പ്രളയമായിട്ട് തീരുന്നു. മഴവെള്ളം പ്രളയമായിട്ട് തീരുന്നു. അതേസമയം തന്നെ കുറച്ച് കഴിയുമ്പോൾ വരൾച്ച. ഇത്രയും വെള്ളം കിട്ടുന്നൊരു സ്ഥലം വളരെയധികം വരൾച്ചയും അനുഭവപ്പെടുന്ന ഒരു സ്ഥലം. എല്ലാം ആ മനുഷ്യൻ തന്നെ വരുത്തി വയ്ക്കുന്ന വിനയാണ് പ്രകൃതിയെ നശിപ്പിക്കുക, പരിസ്ഥിതിയെ നശിപ്പിക്കുക. അതിൻ്റെ സൂചന കൂടിയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ ജീവിതത്തെയും ഇന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക മണ്ഡലങ്ങളെ മുഴുവനും തൊട്ടുഴിഞ്ഞ കവിത. ഇനിയും ഗംഗേട്ടൻ്റെ തോലികയിൽ നിന്നും ഇതുപോലുള്ള വരികൾ ഉതിർന്ന് വീഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ശോഭന. ബലൂൺ ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിപ്പോകുമ്പോഴുണ്ടാകുന്ന ഒരു ബാല്യകാല നോവിൻ്റെ രുചിയറിഞ്ഞ എനിക്ക് അവ വീണ്ടും വീർപ്പിക്കാൻ പറ്റില്ലെന്ന ഉറപ്പുണ്ടെങ്കിലും ആ പൊട്ടിയ ബലൂൺ കഷ്ണങ്ങൾ കുമിളകളാക്കി നെറ്റിമേലിട്ട് പൊട്ടിച്ച് അതിൽ സമാധാനം കണ്ടെത്തുമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതുപോലൊരു അനുഭവങ്ങൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ടാകാം. ഇതേ ഒരു കാഴ്ചപ്പാടിൽ ഈ കവിതയെ നോക്കിക്കാണുമ്പോൾ തങ്ങളുടെ സ്വപ്നങ്ങളുടെ, ഭാവിയുടെ, പുരോഗതിയുടെ 100,000 പ്രതീക്ഷകളായി കാത്തിരിക്കുന്ന, വീർപ്പിച്ച് നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രതീക്ഷകളൊക്കെ പൊട്ടിത്തകരുന്ന ഒരു ചിത്രം, ദുരന്തമായി തീരുന്ന, രോദനമായി ഭവിക്കുന്ന നമ്മുടെ ഒരു നാടിൻ്റെ നേർക്കാഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ബലൂൺ എന്ന കവിതയെന്ന് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ സാധിച്ചു. കവിയുടെ ഭാവനയെയും കവിയെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം
ഇതിനെ നമുക്ക് വളരെ വ്യക്തമായി അത് വരച്ച് കാട്ടിത്തന്ന അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കവിതയുടെ അനുഭവം എങ്ങനെയായിരിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്ന മാധവൻ പൊറച്ചേരി സാറിനും കവിത നന്നായി ആലപിച്ച ആൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി കവിയെയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഞാൻ ശശി കാനായി. കുറേ നാളുകളായിട്ട് ഇങ്ങനത്തെ ചർച്ചകളിൽ പങ്കെടുക്കാൻ സമയം കിട്ടാറില്ല. നമ്മുടെ ഇവിടുത്തെ സമയത്തിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ ആയിരിക്കും. എങ്കിലും ഗംഗേട്ടൻ്റെ ഈ കവിതയെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. ഗംഗേട്ടൻ്റെ പതിവ് കവിതകളിൽ ഒരു വിഷയം ഇങ്ങനെ സാധാരണ ഒരു കവിത പോലെ എഴുതി പോകാറാണ് മുമ്പൊക്കെയുള്ള കവിതകൾ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല വിമർശനാത്മകതയും ഒരു നല്ല സാഹിത്യവും ഒരു നല്ലൊരു വിഷയവുമായിട്ട് എനിക്ക് തോന്നി. വളരെ തീവ്രതയുള്ളൊരു കവിത. പച്ച തൊട്ട് ചുവപ്പ് പിടിക്കാനും അവിടെ വെക്കുന്ന വരികൾ, അതുപോലെ ആത്മഹത്യ ചെയ്ത ജഡത്തിൻ്റെ കീശയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് പോലെ ഇസങ്ങളുടെ വിറങ്ങലിച്ച രൂപം എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ വളരെ വളരെ കൂരമ്പാണെന്ന് തന്നെ പറയാം. അതുപോലെ പശ്ചിമഘട്ടത്തിൻ്റെ നിരപരാധിത്വം പോസ്റ്ററൊട്ടിച്ച് പറഞ്ഞു എന്ന് പറയുന്നതും ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാശി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയെ കുറ്റം പറയേണ്ട എന്നുള്ള നല്ല ഉദ്ദേശം എല്ലാം കൊണ്ട് ഓരോ വരികളിലും നല്ല ചാട്ടുളി പോലെ വിമർശനങ്ങൾ കൊള്ളുന്നുണ്ട്. അതുപോലെ നല്ല സാഹിത്യം, നല്ല പദപ്രയോഗം. ഗംഗാട്ടനെ അങ്ങനൊരു വിലയിരുത്തേണ്ട ആളല്ല, എങ്കിലും കവിത ഭയങ്കര ഇഷ്ടമായി. വളരെ സന്തോഷം. ഇനിയും നല്ല കവിതകൾ എഴുതി ഒരുപാട് പുരസ്കാരങ്ങളും നല്ല നല്ല പുസ്തക സമാഹാരങ്ങളൊക്കെ എഴുതി ഇറക്കാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും ഗംഗാട്ട. ശശി കാനായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോൺസൺ പുഞ്ചക്കാടാണ്. ഗംഗ കുഞ്ഞിമംഗലത്തിൻ്റെ കവിത വിജയിച്ച് ചൊല്ലിയത് ഞാൻ കേട്ടു. മനോഹരമായി വായിച്ചു തന്നു. കവിതയെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള അറിവില്ല. എങ്കിലും ഈ കവിതയെക്കുറിച്ച് എഴുതിയ ആൾക്കാരുടെ എല്ലാം അഭിപ്രായം കേട്ടപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പല 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 ആന്തരാർത്ഥങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതിനാണ് ഞാൻ ഗംഗൻ കുഞ്ഞിമംഗലം ഗംഗാട്ടനെ ഞാൻ നന്ദി പറയുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ടതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുണ്ട് കുറേ. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും, ഒരാൾ പറയുന്നത് വ്യത്യസ്തം, ഇതിൽ ഏതായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വാക്ക് എനിക്ക് ഗംഗാട്ടനോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുണ്ട്. വറ്റി വരണ്ട ഓളങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വേറൊരു എന്തെങ്കിലും വെച്ച് പറഞ്ഞതാണോ എനിക്കറിയില്ല. വറ്റി വരണ്ട സ്ഥലത്ത് ഓളങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആന്തരാർത്ഥങ്ങൾ വെച്ചിട്ട് പിന്നെ ഹിമാലയത്തിന് ഒട്ടിക്കുന്നു, പോസ്റ്റർ ഒട്ടിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക തരം അർത്ഥങ്ങൾ ചേർത്തിട്ട് എന്തോ ഉള്ളിൽ വെച്ചുകൊണ്ട്, ആന്തരാർത്ഥം ഉള്ളിൽ വെച്ചുകൊണ്ട് എഴുതിയ കവിത ഞാൻ പറയുമ്പം അതിലേക്ക് എത്താൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരതൊക്കെ വായിച്ചു കുറേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ അറിവ് എനിക്ക് വളരെ നന്നായി തോന്നി. വളരെ ഗംഭീരമായി എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ പഠിച്ചില്ല. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ കവിതയ്ക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജാലകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ബലൂൺ വായിച്ചു. പ്രതീകങ്ങളുടെ ഉത്സവമാണ് ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലത്തിൻ്റെ ബലൂൺ എന്ന കവിത. കേരളത്തിൻ്റെ കാലിക സംഭവങ്ങളിലൂടെ സംക്രമിക്കുന്ന കവിത സാമൂഹിക സംഭവങ്ങളിൽ തുടങ്ങി പരിസ്ഥിതിയുടെ നേർക്കാഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടിയാണ് അവസാനിപ്പിക്കുന്നത്. ആധുനിക കേരളത്തിൻ്റെ പൊള്ളയായ ചിത്രം ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെ എപ്പോൾ വേണമെങ്കിലും നാമാവശേഷമാകുന്നതാണെന്ന് വളരെ മനോഹരമായി കവിക്ക് കവിതയിലൂടെ ചിത്രീകരിക്കാൻ സാധിച്ചു. അഭിനന്ദനങ്ങൾ ശ്രീ ഗംഗൻ കുഞ്ഞിമംഗലം. വളരെ ഭംഗിയായി കാവ്യവിശകലനം ചെയ്ത ശ്രീ മാധവൻ പൊറച്ചേരി മാഷിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ.
പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. തീർച്ചയായും ഇന്നത്തെ ജാലകം പ്രൈം ടൈമിൽ ഒരുപാട് 65ഓളം, ഞാൻ കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല, ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഒരു മുഹൂർത്തമാണ്. ഏറെ സന്തോഷമുണ്ട്. സർഗജാലകത്തിനോടുള്ള അടുപ്പത്തിനോടൊപ്പം തന്നെ ഗംഗേട്ടനോടുള്ള പ്രത്യേക സ്നേഹവായ്പിൻ്റെയും അനുരണനങ്ങളാണ് തീർച്ചയായിട്ടും ജാലകത്തിൻ്റെ പ്രൈം ടൈം ഇത്രമാത്രം സജീവത സാധ്യമാക്കിയത് എന്ന് തന്നെ കരുതുകയാണ്. ഏതായാലും ഏകോപനം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ സന്തോഷമുണ്ട്. 101ാമത്തെ റണ്ണെടുക്കുക എന്ന് പറയുന്നത് ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ്. തപ്പിയും തടഞ്ഞും ഒരു ഗവാസ്കറുടെ ഇന്നിങ്സ് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സർഗാത്മകമായിട്ടുള്ള പ്രകടനങ്ങളുണ്ടെങ്കിലും പ്രതിബന്ധങ്ങൾ ഏത് മേഖലയിലും അന്യമല്ല. അതുപോലെ തന്നെ 97 നിന്ന് ഒരു ബൗണ്ടറി അടിച്ച് 101-ലെത്തുമ്പോൾ 101 എന്നത് അവൻ കളിച്ച് വളർന്ന അല്ലെങ്കിൽ പയറ്റിത്തെളിഞ്ഞ ഒരു കളിക്കാരൻ്റെ ഒരു ഇന്നിങ്സിലെ ഇനി വരുന്ന എല്ലാ ബോളുകളും ബാറ്റിൻ്റെ മർമ്മത്തിൽ തന്നെ കൊള്ളാനുള്ളതാണ് എന്നതുപോലെ റണ്ണുകളുടെ ഒരു പെരുമഴ 101ാമത്തെ റണ്ണ് മുതൽ ഉണ്ടായിരിക്കുന്നു. അത് സർഗജാലകത്തിൻ്റെ തീർച്ചയായിട്ടും ശോഭനമായിട്ടുള്ള ഒരു ഭാവിയെ കാണിക്കുന്ന സൂചകമാണ് എന്നുള്ള വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആസ്വാദന വിശകലനത്തിനായി പ്രിയപ്പെട്ട മാധവൻ മാഷെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സർഗജാലകം കുടുംബാംഗങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ഈ സർഗജാലകത്തിൻ്റെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ചരിത്രത്തിൽ ഇത്രയധികം പേർ ഒന്നിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് തന്നെ അത്യപൂർവമായ കാര്യമാണ്. അക്കാര്യത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുമംഗലം ഭാഗ്യവാനാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തലത്തിൽ, കാരണം അതിൻ്റെ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ ഇങ്ങനെ ഒരു സംഘാടന സ്വഭാവത്തിലും ഒക്കെ തന്നെ നിന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലുള്ള സൗഹൃദവും സ്നേഹവും എല്ലാം തന്നെ ഈ ചർച്ചയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വളരെ സഹായകമായിട്ടുണ്ട്. തീർച്ചയായും ഈ കവിതയെ സമീപിച്ച് ഞാൻ എൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. കവിതയെപ്പറ്റി ആധികാരികമായി പറയാൻ ആരും ആളല്ല എന്ന് നമുക്കറിയാം. വളരെ മമതാപൂർവമായൊരു ബന്ധം പ്രിയപ്പെട്ട ഗംഗൻ കുഞ്ഞുമംഗലുമായി എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ വിശകലനത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരെയായി ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം അത്രയധികം ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കവിത വിശകലനം ചെയ്യാനും അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ധ്വനി വിശദീകരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ ബാധ്യത കൂടിയാണ് ഗംഗൻ കുഞ്ഞുമംഗലത്തിന്. ഇത്രയേറെ പേർ ഈ കവിതയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ, ഇത്രയേറെ പേർ ഈ കവിതയുടെ മികവുകളെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നാം ഇനി എഴുതുന്ന ഒരു കവിത അത്രയേറെ നമുക്ക് ബാധ്യതകൾ കൂടിയുള്ളതാണ്. ഇതിനെ മറികടക്കുക എന്ന ശ്രമകരമായ ദൗത്യം അദ്ദേഹം നിർവഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട ഗംഗൻ കുഞ്ഞുമംഗലത്തിനും അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു. നന്ദി. സർഗജാലകം കലാ സാംസ്കാരിക സാഹിത്യ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജാലകത്തിൻ്റെ 101ാമത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് ചർച്ച ചെയ്തത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ ഗംഗൻ കുഞ്ഞുമംഗലത്തിൻ്റെ ബലൂൺ എന്ന കവിതയാണല്ലോ. സർഗജാലകത്തിൻ്റെ ആദ്യ പ്രസിഡന്റും ഈ കൂട്ടായ്മയുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് വളരെയധികം സംഭാവനകളും നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട ഗംഗേട്ടൻ്റെ കവിത ജാലകത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഈ കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളിലും പ്രത്യേകം സന്തോഷവും അഭിമാനവും ഉളവാക്കുന്നതാണ് എന്ന് എടുത്തു പറയാതെ വയ്യ. ഗംഗേട്ടന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എഴുത്തിൻ്റെ വഴികളിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ. എന്നത്തെയും പോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കവി ശ്രീ മാധവൻ പുറച്ചേരി മാഷ് ബലൂൺ എന്ന കവിതയുടെ വിശകലനത്തോടൊപ്പം
കവിത എന്ന അത്ഭുതത്തിൻ്റെ ചില നല്ല അറിവുകൾ കൂടി നമുക്ക് വേണ്ടി ഇന്ന് തുറന്നു വെക്കുകയുണ്ടായി. മാഷിനോട് ഈ കൂട്ടായ്മയ്ക്കുള്ള നന്ദിയും കടപ്പാടും വാക്കുകളിലൂടെ അറിയിക്കാൻ പറ്റാത്തതാണ്. ഏതായാലും ഇന്നത്തെ ഈ കവിതാ ചർച്ചയുടെ പ്രൈം ടൈം അവസാനിക്കുമ്പോൾ ഔപചാരികതയുടെ പേരിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജാലകം സാഹിത്യ ചർച്ചയുടെ പ്രിയപ്പെട്ട ഏകോപകൻ ശ്രീ ഹരിപ്രസാദ് തായ്നേരി, സ്നേഹ സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി KCTP അജിത ടീച്ചർ, ബലൂൺ എന്ന കവിതയുടെ രചയിതാവ് ശ്രീ ഗംഗൻ കുഞ്ഞുമംഗലം, ബഹുമാനപ്പെട്ട ശ്രീ മാധവൻ മാഷ് എന്നിവർക്ക് അഗൈതവമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം ബഹുമാന്യരായ സർഗജാലകം പ്രസിഡന്റ് ശ്രീ AK ഈശ്വരേട്ടൻ, സെക്രട്ടറി ശ്രീ NV ഗംഗൻ മാഷ്, മറ്റ് ഭാരവാഹികൾ, പ്രവർത്തക സമിതി അംഗങ്ങൾ, അതുപോലെ ചർച്ചയുടെ ഭാഗമായി എത്തിയ ഓരോരുത്തർക്കും ബലൂൺ എന്ന കവിത ചൊല്ലി അവതരിപ്പിച്ച ശ്രീ പ്രമോദ് നാരായണനും പ്രിയപ്പെട്ട വിജയേച്ചിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി. സ്നേഹം. ശുഭരാത്രി.